അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 2 എഞ്ചിനും ഒരേ സമയം പ്രവർത്തനരഹിതമായെന്ന പ്രാഥമിക നിഗമനം അന്വേഷണ സംഘം അപകടം വെർച്വൽ റിയാലിറ്റി വഴി പുനരാവിഷ്കരിച്ചു. ലാൻഡിംഗ് ഗിയർ, വിംഗ് ഫ്ലാപ്പുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാകുന്നത്? അസിത, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ ഒരു വെർച്വൽ റിയാലിറ്റിയിലൂടെയാണ് ഈ അന്വേഷണ സംഘവും അതോടൊപ്പം DGIയുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. ഈ പരിശോധനയിലാണ് പ്രധാനമായും ഈ വിമാന ദുരന്തം ഉണ്ടാകാനുള്ള കാരണമായി, അതായത് പ്രാഥമിക കാരണമായി ഇരു എഞ്ചിനുകളും തകർന്നത് എന്നൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകളും അതോടൊപ്പം വിംഗ് ഫ്ലാപ്പുകളുടെയും പ്രവർത്തനത്തെ പറ്റിയൊക്കെ തന്നെയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല അപകടമുണ്ടായിട്ടുള്ളൊരു വിലയിരുത്തലിലേക്കാണ് DGCയും അതോടൊപ്പം ആഭ്യന്തര അന്വേഷണ സമിതിയും എത്തുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം വിമാനത്തിൻ്റെ 2 എഞ്ചിനുകൾ തകരാറിലാകുന്ന സാഹചര്യത്തിൽ അടിയന്തര ഊർജിത സ്രോതസ്സായിട്ടുള്ള വിമാനത്തിൻ്റെ റാറ്റ് സിസ്റ്റം പ്രവർത്തന സജ്ജമായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും ഒരേ സമയം ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായതാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘവും അതോടൊപ്പം ആഭ്യന്തര DGCയെയും എത്തിയിട്ടില്ല. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടുള്ള പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള മെമ്മറി കാർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ റിട്രീവ് ചെയ്യുകയും അതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ DGCയെ വ്യക്തമാക്കിയിരിക്കുകയാണ്.